ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് അജ്മൽ എസൻസ് 4 എന്ന പെർഫ്യൂം ഓയിലാണ്. ഇത് ഈ അടുത്ത കാലത്തായിട്ട് അജ്മൽ ഇങ്ങനെ ഒരു പെൻസിൽ ലുക്കിൽ കുറെ പെർഫ്യൂം ഓയിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി എസൻസ് എന്നുള്ള പേര് കൊടുത്തിട്ട് അതിന്റെ കൂടെ ഓരോ നമ്പേഴ്സ് വെച്ചിട്ടാണ് അവർ ഇതിനെങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത് ഈ എസൻസ് 4 ആണ്. ഇത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. നമുക്ക് ഓഫ്ലൈൻ ആയിട്ടൊക്കെ മിക്ക ഷോപ്പുകളിലും കാണാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. സോ ഞാനത് ഓഫ്ലൈൻ ആയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോ ഇതിന് 200 ചേഞ്ച് പ്രൈസും വരുന്നുള്ളൂ. ഈവൺ ദോ ഇതിന്റെ MRP 799 ഒക്കെ MRP ഉണ്ട്. പക്ഷെ ഇത് നമുക്കൊരു 299 ഒരു 290 അങ്ങനെ ഒരു പ്രൈസിനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോ ഇതിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ ഇതിന്റെ ബോക്സ് ഇങ്ങനെയാണ്. ഇത് 10 or 12 ml ഒക്കെ ആയിരിക്കും കേട്ടോ. 10 ml ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പൊക്കിയെടുത്താല് ഇതാണ് സാധനം. ഇത് പെർഫ്യൂം അല്ല, പെർഫ്യൂം ഓയിലാണ്. കണ്ടാലൊരു ഡീക്കന്റെ പെർഫ്യൂം ഒക്കെ പോലെ ഉണ്ട്. ബോക്സും ഡിസൈനൊക്കെ നല്ലത് തന്നെയാണ്. സോ ഇതാണ് അജ്മൽ എസൻസ് 4. ഇത് റോൾ ഓൺ ആണ്. അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത് ആസ് യൂഷ്വൽ മോസ്റ്റ് ഓഫ് ദി അജ്മൽ പെർഫ്യൂംസ് വരുന്ന പോലെ തന്നെ ഇതും ഒരു ഇൻസ്പയർഡ് ആണ്. ഫസ്റ്റ് കിട്ടിയപ്പോ തന്നെ ഞാൻ സ്നിഫ് ചെയ്ത് നോക്കിയപ്പോ സംഭവം മനസ്സിലായി ഇതെന്താണെന്നുള്ളത്. ഇത് കരോലിന ഹെരേര ഗുഡ് ഗേൾ പെർഫ്യൂമിന്റെ ഒരു സ്ട്രൈറ്റ് ക്ലോൺ ആണ്. നല്ല രീതിയിൽ അതിനെ ക്ലോൺ ചെയ്തെടുത്ത ഒരു പ്രൊഡക്റ്റ് ആണ്. കരോലിന ഹെരേര ഗുഡ് ഗേളിനെ കുറിച്ച് അധികം പറയേണ്ട കാര്യമില്ല. വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ പെർഫ്യൂംസ് ഇൻ ദ വേൾഡ്. ലേഡീസ് പെർഫ്യൂം ആണ്, പക്ഷെ ജെൻസിനും വളരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂം തന്നെയാണ്. ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്, വൈറ്റ് ഫ്ലോറൽ ഫ്രാഗ്രൻസ് ഉണ്ട്, റോസിന്റെ ഫ്രാഗ്രൻസ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ടോങ്ക ബീൻസിന്റെ ഒരു സ്വീറ്റ്നെസ്സും പിന്നെ കുറച്ചൊരു വെനില നോട്ട്സും ചോക്ലേറ്റ് പോലത്തെ ഫ്രാഗ്രൻസും ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഒരു സ്വീറ്റ്നെസ്സും ഫ്ലോറൽ നോട്ട്സും കൂടി ചേർന്ന ഒരു വൈബാണ്. നല്ല പെർഫ്യൂമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 10 പെർഫ്യൂംസ് എടുത്താൽ അതിലൊരെണ്ണം ഞാൻ പറയാറുള്ളതാണ്. മോസ്റ്റ്ലി ലേഡീസ് പെർഫ്യൂംസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒന്ന് ഈ ഗുഡ് ഗേളും പിന്നെ നമ്മുടെ വെർസാച്ചെ ഓഫ് ക്രിസ്റ്റൽ നോവ, അതുപോലെ തന്നെ ലേഡി മില്യൺ, ഈ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിൽപ്പെട്ട ഈ ഗുഡ് ഗേളുടെ ഒരു ഇൻസ്പയർഡ് വേർഷനാണ് ഈ സാധനം. അപ്പോൾ ഫ്രാഗ്രൻസ് ഇനിയിപ്പോ നോട്ട്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ ഓപ്പണിങ്ങിൽ ചെറിയൊരു ഫ്രഷ്നെസ് ഉണ്ട്. ഇനി ഇങ്ങനെയൊക്കെ സ്നിഫ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഒരു ലെമൺ ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അതിന്റെ കൂടെ തന്നെ ഒരു വൈറ്റ് ഫ്ലോറൽ ഫ്രാഗ്രൻസുകളുണ്ട്. മിഡിൽ നോട്ട്സിൽ എത്തുമ്പോൾ ആ സ്വീറ്റ്നെസ് ഒന്നും കൂടി ഡെവലപ്പ് ആയി വരികയാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ ചെറുതായിട്ട് നമുക്കൊരു വെനില ടോങ്ക ബീൻസ് ഇങ്ങനെ എല്ലാം കൂടി അത് തന്നെയാണ് ആക്ച്വലി ആ സ്വീറ്റ്നെസ് കൊടുക്കുന്നത്. അതും പിന്നെ ആ ഒരു റോസിന്റെ ഹിന്റ് എല്ലാം കൂടി ഉണ്ട്. പിന്നെ ഏറ്റവും ഡ്രൈ ഡോണിലേക്ക് പോകുമ്പോൾ ഒരു ക്യാൻഡി ചോക്ലേറ്റ് ഇങ്ങനത്തെ ഒക്കെ ഒരു ഫ്രാഗ്രൻസുകളും പിന്നെ വീണ്ടും ആ ഒരു സ്വീറ്റ്നെസ് കുറച്ചൊരു വൂഡി ഫ്രാഗ്രൻസും ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടാണ്. അത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള സ്വീറ്റ്നെസ്സും ഫ്ലോറൽ ഫ്രാഗ്രൻസും ചെറിയ രീതിക്ക് ഒരു വൂഡി നോട്ട്സ് എല്ലാം കൂടി വന്നിട്ടുള്ള ഒരു പെർഫ്യൂം. അതാണ് ഇത് എസൻസ് 4 അഥവാ ഗുഡ് ഗേളിന്റെ ഫ്രാഗ്രൻസ്. അപ്പൊ ഇത് നല്ല രീതിയിൽ സിമിലർ ആണ് ഒറിജിനലായിട്ട്. ഒറിജിനൽ ഐ തിങ്ക് ഞാൻ പല വീഡിയോസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ഒറിജിനൽ തന്നെ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ്. പിന്നെ നമ്മൾ ഒറിജിനൽ കളക്ട് ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ്. അപ്പോൾ എന്തായാലും അതാണ് ഇതിന്റെ വൈബ് വരുന്നത്. ഇത് യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇത്തിരി കൂടുതൽ അപ്ലൈ ചെയ്താൽ ഇതൊരു പാർട്ടി ലെവലിലേക്ക് പോകുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. അപ്പൊ അതും നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഭയങ്കര ഓവർ അപ്ലൈ ചെയ്യരുത്, കാരണം കുറച്ചൊരു സ്ട്രോങ്ങർ ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഈ ഒരു നാച്ചുറൽ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ലോഞ്ചിവിറ്റി നല്ലോണം ഉണ്ടാവാറുണ്ട് യൂഷ്വലി. ഇതും ട്രൈ ചെയ്തിട്ട് തിരക്കിടില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതിന് വലിയ പ്രൊജക്ഷൻ ഒന്നുമില്ല. നമുക്കൊരു 1.5 to 2 hours വരെ പ്രൊജക്ഷൻ ഉള്ളു. ബട്ട് ലോഞ്ചിവിറ്റി നമുക്കൊരു 8 to 10 hours ഒക്കെ നിൽക്കുന്നുണ്ട്. സോ അങ്ങനെ അതെന്തുകൊണ്ടാ വെച്ചാൽ ഓയിൽ ആയതുകൊണ്ടാണ്. ഓയിലിന് മോസ്റ്റ്ലി പ്രൊജക്ഷൻ കുറവായിരിക്കും, ലോഞ്ചിവിറ്റിയാണ് കൂടുതൽ കിട്ടുക. അപ്പോൾ അതൊക്കെയാണ് ഈ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്. ചെറിയ പ്രൈസിന് അജ്മൽ ഒരിക്കലും പോയിട്ട് നിങ്ങൾ MRPക്കോ അതല്ലെങ്കിൽ 10% ഡിസ്കൗണ്ട്സിനോ അങ്ങനെ ഒന്നും വാങ്ങിക്കരുത്. കാരണം ഒന്നെങ്കിൽ അജ്മലിന്റെ സൈറ്റിൽ നോക്കുക, അല്ലെങ്കിൽ അജ്മലിന്റെ സ്റ്റോറിൽ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഈ ഫ്ലിപ്കാർട്ടൊക്കെ പോലത്തെ സ്ഥലങ്ങളിൽ നോക്കുക. അവിടെയൊക്കെ അജ്മൽ ആൻഡ് സൺസ് എന്നുള്ള അവർ തന്നെയാണ് പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്നത്. പക്ഷേ അതല്ലാതെ തേർഡ് പാർട്ടായിട്ട് ചില കടക്കാര് MRPക്ക് വെക്കുന്നുണ്ട്.
ഞാൻ എന്റെ നാട്ടിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു കടക്കാരൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ബേസിലാണ് ഈ 4500 5000 ഒക്കെ പ്രൈസ് ഇട്ട് കിടക്കുന്ന ഈ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ഇത്രയും പ്രൈസിൽ ഇത് ആരെങ്കിലും വാങ്ങിക്കോ? അപ്പൊ അവര് എന്നെ നോക്കി ചിരിക്കുക. അവര് പറഞ്ഞു ഞങ്ങളോട് ഞങ്ങളെ ഓണർ പറഞ്ഞതാണ് അങ്ങനെ കൊടുത്താൽ മതി എന്നുള്ളത്. ഞാൻ ഒരിക്കലും ആരുടെയും ബിസിനസ് കളയാൻ വേണ്ടി പറയാനൊന്നുമില്ല, പക്ഷെ അതിനൊന്നുള്ള ഒരു വർത്ത് ആ പെർഫ്യൂംസ് ഇല്ല. ഇത് ഭയങ്കര MRP ഇട്ട് വെച്ചിട്ട് അതിൽ നിന്ന് 80% ഡിസ്കൗണ്ട്, 70% ഡിസ്കൗണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ഗിമിക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ പ്രൈസ് കൊടുത്ത് ഒരിക്കലും അജ്മലിന്റെ പ്രൊഡക്ട്സ് വാങ്ങിക്കരുത്. മോസ്റ്റ്ലി അവര് തന്നെ വളരെ ചീപ്പറായിട്ട് സാധനങ്ങൾ വിറ്റ് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എവിടെ നിന്ന് പ്രൈസ് കുറഞ്ഞു കിട്ടും അങ്ങനെ നോക്കി വാങ്ങിച്ചോളൂ. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിന്റെ ഫ്രാഗ്രൻസ് ഇതാണ്. ഇത് ഗുഡ് ഗേളിന്റെ ഒരു വൈപ്പാണ്. അപ്പോൾ അത് ഞാൻ സ്ട്രൈറ്റ് അവേ പറയുന്നത് എന്താ വെച്ചാല്, നമ്മളൊരു പെർഫ്യൂം റിവ്യൂ ചെയ്യുമ്പോൾ അത് ഇന്നതിൻ്റെതാണെന്ന് പറഞ്ഞാല് ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ ഈസിയറാണ്. ഓക്കെ, കാരണം മോസ്റ്റ്ലി ഗുഡ്ഗുകളൊക്കെ ഒരുവിധ ആൾക്കാർക്ക് ഫ്രാഗ്രൻസ് അറിയുന്നതായിരിക്കും. അപ്പൊ അത് ഇന്നതിന്റെ ഒരു ക്ലോൺ ആണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ ചെറുത് നോക്കുമ്പോൾ നമുക്കത് വാങ്ങിക്കാൻ പറ്റും. അതല്ലാതെ ഇത് ആ നോട്ട്സ് ഈ നോട്ട്സ് അത് ഇതെന്ന് പറഞ്ഞാൽ ചിലർക്ക് അത് മനസ്സിലാവില്ല എന്താണ് ഈ പറയണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ട്രൈറ്റ് അവേ ഇത് ഇന്നതാണ് എന്നുള്ളത് ആദ്യം പറയുന്നു എന്ന് മാത്രം. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.